ഇന്ന് പലരിലും കാണുന്ന വലിയൊരു പ്രശ്നമാണ്. പലരും വളരെ വിഷമത്തോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി കൊഴിച്ചൽ. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ പലരിലും മനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് അമിതമായി മുടി കൊഴിഞ്ഞു പോകുന്നത്. മുടി കൊഴിച്ചൽ ഉള്ളവർക്കും അത് മാറ്റാനും കൊഴിച്ചൽ മാറ്റാനും മുടി നന്നായിട്ട് വളരുവാനും സിദ്ധ ചികിത്സയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. മുടി കൊഴിച്ചലിന് പല കാരണങ്ങളുണ്ട്. അമിതമായ ടെൻഷനുള്ളവർക്ക്, അതുപോലെ ഉറക്കക്കുറവുള്ളവർക്ക്, അധികവും വെയിലത്ത് നടന്ന് പണിയെടുക്കുന്നവർക്ക്, പിന്നെ ഇത് കൂടാതെ പലരും പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ഈ ഭക്ഷണങ്ങളിൽ പല സ്വഭാവത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. ബോഡിയെ ഹീറ്റ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ, കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ. ഹീറ്റ് കൂട്ടാൻ ഇവിടെ കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിള്, പപ്പായ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൂട്ടും. അമിതമായ ചൂട് കാരണവും മുടി കൊഴിയും എന്നുള്ളൊരു സത്യമാണ്. അത് എല്ലാവരും വിശ്വസിക്കുക. ബോഡി ഹീറ്റ് കുറഞ്ഞാൽ മുടി കൊഴിച്ചൽ തീർച്ചയായിട്ടും മാറും. അതുമാത്രമല്ല, ഈ കൊഴിയുന്ന മുടി വീണ്ടും കൊഴിയാതിരിക്കുവാൻ പാല് ധാരാളം കുടിക്കണം. പാല് മുടി കൊഴിച്ചൽ മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ്. പാലിൽ എല്ലാ വിറ്റാമിൻസും മിനറൽസും അതുപോലെ നമുക്ക് ആവശ്യമായ ബോഡി ഹീറ്റ് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ പാലിനകത്തുണ്ട്. അതുകൊണ്ട് മുടി കൊഴിയുന്നവർ ആദ്യമായിട്ട് ധാരാളം പാല് കുടിക്കുക. ചിലർക്ക് കഫക്കെട്ട് ഇതുപോലെ ഉള്ളവർക്ക് കൂടുതൽ കുടിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും പാല് കഴിക്കുക. പിന്നെ മുടി വളരാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. ധാരാളം പാല് കുടിക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് മരുന്നുകൾ ഞാൻ പറയാം. അത് ഉണ്ടാക്കി തന്നെ തേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഹെയർ റൂബി എന്നൊരു ഓയിലുണ്ട്. വളരെ എഫക്റ്റീവാണ്. വെറുതെ തല ഓട്ടിൽ എണ്ണ വെക്കുക, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക. എണ്ണ വച്ച് തേച്ച് പിടിപ്പിക്കരുത്, വെറുതെ തല ഓട്ടിൽ എണ്ണ വെക്കുക. അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് പതുക്കെ തുടയ്ക്കുക, ഒരുപാട് ബലം പിടിച്ച് തുടയ്ക്കരുത്. ഇത് ചെയ്താൽ മുടി നന്നായിട്ട് വളരും, മുടി കൊഴിയില്ല. മാത്രമല്ല, ഇത് കാരണമുള്ള ടെൻഷൻ കുറയും. ടെൻഷൻ കാരണം മുടി കൊഴിച്ചൽ പലർക്കുമുണ്ട്. പല തരത്തിലുള്ള ടെൻഷനാണ്. അതുപോലെ തന്നെ ഉറക്കം, പാല് കുടിച്ചാൽ നല്ല ഉറക്കം വരും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് പാല് ധാരാളം കുടിച്ച് ടെൻഷനെല്ലാം ഒഴിവാക്കി ചൂടുള്ള ഭക്ഷണങ്ങളായ കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിൾ, പപ്പായ, അച്ചാറുകൾ ഇതെല്ലാം ഒന്ന് ഒഴിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഏത് മുടി കൊഴിച്ചലും മാറും, നന്നായിട്ട് മുടി വളരും, നല്ല ഒരു സന്തോഷമായിരിക്കും അവർക്ക് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിച്ചു കൊള്ളുന്നു. മാത്രമല്ല, മുടി കൊഴിയുമ്പോൾ അത് കൊഴിയാതിരിക്കാൻ പല തരത്തിലുള്ള കെമിക്കൽ ചേർന്ന ഷാമ്പുകളും എണ്ണകളും തേക്കുന്നുണ്ട്. അത് കാരണവും പലർക്കും മുടി കൊഴിച്ചലുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ ഒരുപാട് കാഞ്ഞുപോയ, അതായത് നല്ലൊരു എണ്ണ തേക്കുമ്പോൾ ചൂടാക്കിയ എണ്ണയായിരിക്കുമല്ലോ, എണ്ണയുടെ ഹീറ്റ് കൂടിപ്പോയാൽ മുടി കൊഴിച്ചൽ കൂട്ടും. അതിനൊരു പക്വമുണ്ട്, ഒരു പരുവം എന്ന് പറയും. അത് ഒരുപാട് മൂത്ത് പോകരുത്, ഒരുപാട് ചൂട് കുറഞ്ഞും പോകരുത്. അതിനൊരു ലിമിറ്റേഷനുണ്ട്. എണ്ണയിൽ ചില മരുന്നുകൾ ചേർത്ത് അവർ ഉണ്ടാക്കുമ്പോൾ ഇത് കൂടുതൽ മണലിലേക്ക് മാറാതെ മെഴുക് മൂത്ത് വരുന്ന സമയത്ത് ആ എണ്ണ ഇറക്കുക. എന്നിട്ട് അത് ചൂട് ആറിയതിന് ശേഷം ബോട്ടിലിൽ വച്ചിട്ട് കുറേശ്ശ ദിവസവും തല ഓട്ടിൽ മാത്രം തേക്കുക. തേക്കുമ്പോൾ ഒരുപാടിട്ട് തിരുമരുത്, തേച്ച് പിടിപ്പിക്കരുത്.
ഇത്രയേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. പാല് ധാരാളം കുടിച്ചാൽ മതി. നമ്മുടെ ബോഡി ഹീറ്റ് കുറയും. ഹീറ്റ് കുറഞ്ഞാൽ മുടി കൊഴിച്ചൽ മാറും. മുടി കൊഴിച്ചൽ മാറിയാൽ മുടി നന്നായിട്ട് വളരും.